നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലേഗാവ് സ്ഫോടന കേസിൽ 7 പേരും കുറ്റവിമുക്തർ. പ്രജ്ഞാത് സിംഗ് ഠാക്കൂറിനെ വെറുതെ വിട്ട് മുംബൈ പ്രത്യേക NIA കോടതി. UAPയും ആയുധ നിയമവും നിലനിൽക്കില്ല. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും കണ്ടെത്തൽ. കേസ് കോൺഗ്രസ് ഗൂഢാലോചനയെന്ന് രവിശങ്കർ പ്രസാദ്. ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ വിവാദത്തിൽ പെൺകുട്ടിയുടെ നിർണായക വെളിപ്പെടുത്തൽ. ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരി. ടിക്കറ്റ് എടുത്തത് സിസ്റ്റർ വന്ദന. വീട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചില്ല. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും പെൺകുട്ടി. ജനം എക്സ്ക്ലൂസീവ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മിണ്ടാട്ടമില്ലാതെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഭരിച്ചപ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റും നടന്നുവെന്ന തെളിവുകൾ. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായി ഇടത് വലത് MP മാർ. ക്രിസ്ത്യൻ മിഷനറികളെ കോൺഗ്രസ് സർക്കാർ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ക്ഷോഭിച്ച് KC വേണുഗോപാൽ. പ്രകോപിപ്പിച്ചത് ഭൂപേഷ് ബാഗൽ സർക്കാർ മിഷനറിമാരെ അറസ്റ്റ് ചെയ്ത സംഭവം ജനം TV ഓർമ്മപ്പെടുത്തിയത്. മനുഷ്യക്കടത്തിൽ പിണറായി സർക്കാർ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത ചോദ്യത്തോട് ക്ഷുഭിതരായി ഇടത് MP മാർ. കേരളത്തിൽ സമാനമല്ലാന്ന് വസ്തുതാവിരുദ്ധമായ ആരെ ജയിലിലിട്ടു എന്തെങ്കിലും പറയായിരിക്കും. ആരെങ്കിലും ജയിലിലിട്ടോ? ഉക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. കീവിലുണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. 300ഓളം ഡ്രോണുകളും 8 മിസൈലുകളും പതിച്ചെന്ന് വ്ളോഡിമിർ സെലൻസ്കി. വാർത്തയിലേക്ക്. ഇപ്പോൾ കാലടി ശൃംഗേരി മഠത്തിൽ നടക്കുന്ന ഗീതായനം ദേശീയ സെമിനാറിന്റെ വിളംബര സഭയിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ സംസാരിക്കുന്നു. തത്സമയം. അല്ലെ മൂകാംബികയെ നമസ്കരിക്കുന്നത് ദൈവം ചെയ്യുവാത്ര അതൊരു വസ്തുതയാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല. ശുദ്ധ അഹങ്കാരികൾക്ക് മാത്രമേ നിഷേധിക്കാൻ പറ്റൂ. ഞാനാണ് സർവം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, സാധാരണ നല്ലൊരു രാത്രി, നല്ല നിലാവൊക്കെ ഉള്ളൊരു രാത്രിയിൽ വെറുതെ രാത്രിയിലൊന്ന് പോയി വീടിൻ്റെ മുന്നിൽ ഒന്ന് മലന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ നിന്റെ ഈ അഹങ്കാരം. ആ താരരാശി, ആ നക്ഷത്ര രാശികൾ കാണുമ്പോൾ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ആ നക്ഷത്രങ്ങളിൽ എത്രണ്ണം ഇപ്പൊ ഉണ്ടവിടെ? കാണാത്ത എത്രയോ എണ്ണം അവിടെ ഉണ്ട്. എത്രയോ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്താണത്. ഇതുമല്ല നിങ്ങളുടെ കയ്യിലാണ്. ചിലരെങ്ങ് വിചാരിക്കുകയാണ് എൻ്റെ കയ്യിലാണ് ഇതൊക്കെ എന്ന്. അതുകൊണ്ട് ഇതിനെയൊക്കെ വെട്ടിപ്പിടിച്ചു കളയാം എന്ന് പറഞ്ഞ ഒക്കെ എടുത്തങ്ങ് ഇറങ്ങാൻ. അതുകൊണ്ടൊരു പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആയുധം കൊണ്ടേ അവർക്ക് മാത്രം തോന്നുന്നതാണ് അത്. നമ്മൾക്കപ്പുറത്തൊന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്, വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് അധിഷ്ഠാനവും കർത്തയും കരണവും ക്രിയാകലാപങ്ങളും ഒക്കെ കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു ദൈവം ചെയ്വാത്ര പഞ്ചമം. അങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നമുക്കൊരു ആധാര ഗ്രന്ഥം വേണം, ആധാര ദർശനം വേണം. ഭാരതീയനത ഏതാണ്? ഭാരതീയനത തീർച്ചയായിട്ടും ഭഗവത്ഗീതയാണ്. അതുകൊണ്ട് ഗീതയെ ആധാര ഗ്രന്ഥമായി സ്വീകരിച്ചുകൊണ്ട് അന്ന് ആ സമ്മേളനത്തിൽ ഭാരതത്തിന്റെ ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കണമെന്ന് വരെ പ്രമേയം അന്ന് അവിടെ പാസ്സാക്കി. വരാൻ പോകുന്ന കാലഘട്ടം അതായിരിക്കണം. ഗീതയുടെ വർഷമായിരിക്കണം, ഗീതയുടെ ദശാബ്ദമായിരിക്കണം. നമുക്ക് ഈ ഗീതായനം കഴിയുമ്പോൾ ഈ അമൃതവർഷത്തിന്റെ കാലഘട്ടത്തിൽ ഒരു അമൃതകാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ. 2047 ദൃഷ്ടി ഊന്നി മുന്നോട്ട് പോവുകയാണ്. ആ 2047 എത്തണമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഭാരതം എവിടെ എത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിശ്വമിത്രമെന്നോ വിശ്വഗുരുവെന്നോ ഏത് പേരെന്ത് തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്, കോതമ്പ് പാടത്ത് നീർവെയ്തു പോകും മുകിലാണ് എന്ന് കുറുപ്പുസാറ് കൊണ്ട് പാടിയതുപോലെ പേരെന്ത് വിളിച്ചോളൂ, വിശ്വഗുരു എന്ന് പറഞ്ഞാൽ അതിലിത്തിരി ഒരു ഈഗോ കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട, വിശ്വമിത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. എന്തായിരുന്നാലും ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മൾ നടന്നടുക്കുക തന്നെ ചെയ്യും. അതിന് ട്രംപ് കണ്ണുമുഴപ്പിച്ചാലും ചൈനക്കാരൻ കണ്ണുമുഴപ്പിച്ചാലും ഒന്നും അത് പിന്നോട്ട് പോകാൻ പോകുന്നില്ല, യാതൊരു സംശയവുമില്ല. താരിഫ് 25% ആക്കിക്കളയും
എന്ന് കണ്ണുമുഴപ്പിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാരണം ഈ എക്സ്പോർട്ടിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ അല്ലഹേ ഭാരതത്തിൻ്റെത്. ഭാരതത്തിനൊരു വലിയ വിശാലമായ ആഭ്യന്തര വിപണിയുണ്ട്. ആ ആഭ്യന്തര വിപണിയെ വേണ്ടും വണ്ണം പ്രോത്സാഹിപ്പിച്ചാൽ നിനക്കൊരു ചുക്കും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. അപ്പോഴാണ് ചിലർ പറയുന്നത് ഭാരതത്തിൻ്റെതൊരു മൃതസമ്പദ് വ്യവസ്ഥയാണ്, ഡെഡ് എക്കണോമി ആണെന്ന് പറയുന്ന ആളുകളും ഉണ്ട് ഇവിടെ. എന്തിനാലും വിഷയം നമ്മുടെ അതല്ലാത്തതുകൊണ്ട് ഞാൻ 2047 ആകുമ്പോഴേക്കും എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ അതിനൊരു ഉറച്ച അടിത്തറ വേണം, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഒരു ദർശനത്തിൻ്റെ, ഒരു സിദ്ധാന്തത്തിൻ്റെ. അത് ഭഗവത്ഗീതയാണ്. കാലടി ശൃംഗേരി മഠത്തിൽ നടക്കുന്ന ഗീതായനം ദേശീയ സെമിനാറിന്റെ വിളംബര സഭയിൽ പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സംസാരിക്കുന്നത് തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. 2008 മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് എൻഐഎ കോടതി. സ്വാതി പ്രഗ്യാ സിംഗ് താക്കൂറും ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതുമടക്കമുള്ള 7 പ്രതികൾക്കുമെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് മുംബൈയിലെ പ്രത്യേക എൻഐഎ കോടതി വ്യക്തമാക്കി. 17 വർഷത്തെ നിയമ പോരാട്ടമാണ് ധർമ്മ വിജയം കണ്ടത്. കാവ്യ ഭീകരത എന്ന് വരുത്തി തീർക്കാൻ അന്ന് ഭരണം കൈയാളിയ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ ഇതോടെ തകർന്നടിഞ്ഞു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, 17 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം, പിന്നീട് ധർമ്മ വിജയമുണ്ടായിരിക്കുന്നു. മറ്റു വിവരങ്ങളും. സുരേഷ്, 2008 മലേഗാവിൽ നടന്ന സ്ഫോടനം അത് ഹിന്ദു ഭീകരത, കാവ്യ ഭീകരത എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രധാനമായും കോൺഗ്രസ് ശ്രമിച്ചത്. കേസ് അത്തരത്തിലേക്ക് കോൺഗ്രസ് വഴിതിരിച്ചു വിടുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ കേസന്വേഷണം ഏറ്റെടുത്തത് മുംബൈ ലോക്കൽ പോലീസാണ്. ലോക്കൽ പോലീസ് ആകട്ടെ കൃത്യമായ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതായത് സിമി അടക്കമുള്ള ചില തീവ്ര ഇസ്ലാമിക സംഘടനയിൽപ്പെട്ട യുവാക്കളാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്ര പോലീസ് കണ്ടെത്തിയത്. എന്നാൽ ശരിയായ ദിശയിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് കണ്ടുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആന്റി ടെററിസ്റ്റ് കോഡിൻ്റെ പ്രത്യേക സംഘത്തെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ആന്റി ടെററിസ്റ്റ് കോഡ് കേസന്വേഷിച്ചപ്പോഴാണ് BJPയുടെ മുൻ MP അടക്കമുള്ളവർ ഈ കേസിലേക്ക് പ്രതിയാകുന്നത്. അതായത് മിക്ക പ്രതികളും ഹൈന്ദവ ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ നടന്നു. പലതവണ കേസുകൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് 323 പേരെ സാക്ഷികളെ വിസ്തരിച്ചു. എന്നാൽ ഒരു സാക്ഷിക്കും കൃത്യമായ തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ വിധി പ്രസ്താവന നടത്തിയപ്പോഴും കോടതി അതുതന്നെയാണ് വ്യക്തമാക്കിയത്. അതായത് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ജമ്മു കാശ്മീരിൽ നിന്നും RDX കൊണ്ടുവന്ന് ഒരു മുംബൈയിൽ കൊണ്ടുവന്ന ഒരു വീട്ടിൽ വെച്ച് ബോംബ് ഉണ്ടാക്കി. ആ ബോംബ് പിന്നീട് ഒരു ബൈക്കിൽ ഘടിപ്പിച്ച് അത് ഈ മലേഗാവ് എത്തിച്ച് അത് പൊട്ടിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ജമ്മു കാശ്മീരിൽ നിന്നും ഈ സ്ഫോടക വസ്തു വാങ്ങിച്ചതിനോ അല്ലെങ്കിൽ അത് മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നതിനോ അത് ബൈക്കിൽ ഘടിപ്പിച്ചതിനോ ഒന്നും തന്നെ തെളിവില്ല എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ സ്ഫോടന വസ്തു കൊണ്ടുവന്നത് അന്ന് ആർമി സർവീസിന്റെ ഭാഗമായിരുന്ന ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല അന്ന് സ്ഫോടനം നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബൈക്ക് അത് സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെതാണ് എന്നുള്ള ആരോപണങ്ങൾ നിന്നിരുന്നു. എന്നാൽ ഇത് ഈ അന്ന് പൊട്ടിത്തെറിച്ച ബൈക്ക് അത് സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെതല്ലെന്നും ഇതിനോടകം തന്നെ പരിശോധനയിൽ വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെ ഒരു തരത്തിലും യാതൊരുവിധ തെളിവുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കേസിലെ മുഴുവൻ 7 പ്രതികളെയും പോലീസ് വെറുതെ വിടാൻ NIAയുടെ പ്രത്യേക കോടതി ഇന്നിപ്പോൾ വെറുതെ വിടാൻ തയ്യാറായത്. സുരേഷ്, നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നീതിദേവത കണ്ണു തുറന്നു. മുംബൈയിലെ പ്രത്യേക NIA കോടതിയിൽ പതിറ്റാണ്ടിലേറെ നീണ്ട നിയമ പോരാട്ടത്തിനാണ് അന്ത്യമായത്. മലേഗാവ് സ്ഫോടന കേസിൽ ഭീകരബന്ധം ആരോപിച്ച് കൊടിയ പീഡനങ്ങൾക്കിരയായ സന്യാസിനി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ കുറ്റവിമുക്തയായെങ്കിലും അവർ അനുഭവിച്ച പീഡനങ്ങൾക്ക് ആര് മറുപടി പറയുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. കഴുത്തിലും കൈയിലും രുദ്രാക്ഷമാല, വെട്ടിയുതുക്കിയ തലമുടി, നെറ്റിയിൽ പ്രകാശം പരത്തുന്ന തിലകക്കുറി. അതാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. മധ്യപ്രദേശിലെ ദതിയ ജില്ലയാണ് സ്വദേശം. ഉത്തരഭാരതത്തിൽ ആ കാലത്ത് സജീവമായിരുന്ന ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങളെ പ്രതിരോധിച്ച സന്യാസിനിയെ മഹാരാഷ്ട്ര ATS ബോധപൂർവം കുടുക്കുകയായിരുന്നു. സ്ഫോടനത്തിനായി ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ പ്രജ്ഞയുടേത് ആയിരുന്നുവെന്നായിരുന്നു വാദം. പ്രോസിക്യൂഷന്റെ ഈ വാദം തള്ളിയാണ് NIA കോടതി 17 വർഷങ്ങൾക്ക് ശേഷം പ്രജ്ഞയെ കുറ്റവിമുക്തയാക്കിയത്.
പ്രജ്ഞയുടെ അറസ്റ്റിൽ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള നീക്കങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം വഴിമുട്ടി. 2008 നവംബറിലാണ് പ്രജ്ഞയെ ജയിലിലടച്ചത്. ജീവിതത്തിൽ ഇരുട്ടു വീണപ്പോൾ ഇരുട്ടടിയായി അർബുദ രോഗവും പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ വരിഞ്ഞുമുറുക്കി. സ്തനാർബുദത്തിന്റെ ഹൃദയം നുറങ്ങുന്ന വേദനകൾക്കിടെ ചികിത്സയ്ക്കായി ജാമ്യം. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിലെ പീഡനങ്ങൾ പ്രജ്ഞാ സിംഗ് വെളിപ്പെടുത്തിയിരുന്നു. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. വസ്ത്രത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും അധിക്ഷേപം, കാവി ഭീകരത നടത്തിയെന്ന് പറഞ്ഞ് അസഭ്യവർഷം, വിവസ്ത്രയാക്കി ബെൽറ്റുകൊണ്ട് പോലീസ് തല്ലിച്ചതച്ചു, കെട്ടിത്തൂക്കി കൊല്ലുമെന്ന് ഭീഷണി, അടികൊണ്ട് നടക്കാനാകാതെ കഴിച്ചുകൂട്ടിയ ദിനങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാത്രമാണ് അവർക്ക് ഓർക്കാനായത്. ദിഗ്വിജയ് സിംഗ് सरीखे लोगों ने ही, कांग्रेस के लोगों ने भगवा को आतंकवाद कहा था. उन्होंने मुझे, मैं सन्यासी हूँ और मुझे टारगेट किया और भगवा आतंकवाद कह दिया और मुझे एक विस्फोट के केस में डाला. और ये पूरी जो मूल है वो इसका दिग्विजय सिंह का किया हुआ है. इसने यहाँ से सूत्र बिठाए और केंद्र तक बिठाए और कांग्रेस ने एक बहुत बढ़िया भगवा आतंकवाद नाम का षड्यंत्र रच करके और विश्व में भारत को बदनाम करने का प्रयास किया है. लेकिन सत्य सिद्ध होता है और सत्य सिद्ध होगा. പൂർണ്ണ ആരോഗ്യവതിയായി ജയിലറകളിലേക്ക് പോയ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പുറത്തിറങ്ങിയത് വീൽചെയറിൽ. 17 വർഷങ്ങൾക്ക് ശേഷം നിരപരാധിയെന്ന് തെളിയുമ്പോൾ കാവ്യ പുതച്ചൊരു സാധ്വിയുടെ ജീവിതത്തെ കരിവാരി തേക്കാൻ മുൻപിൽ നിന്നവരുടെ ഗൂഢലക്ഷ്യങ്ങളാണ് പൊതുസമൂഹം തിരിച്ചറിയുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. 2008 മലേഗാവ് സ്ഫോടനക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട എൻഐഎ കോടതി വിധി സ്വാഗതം ചെയ്ത് BJP. സത്യം തെളിഞ്ഞതോടെ രാഹുലും സോണിയയും രാജ്യത്തെ ജനങ്ങളോട് മാപ്പു പറയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. ഭഗവത് വിജയമെന്നും ഹിന്ദുത്വ വിജയമെന്നുമാണ് കേസിലെ പ്രധാന പ്രതിയായിരുന്ന സ്വാധി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ പ്രതികരണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായുള്ള കോൺഗ്രസ് ഗൂഢാലോചനയാണ് തകർന്നതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വ്യക്തമാക്കി. വോട്ട് ബാങ്കിനായി കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നതിന്റെ മകുടോദാഹരണമാണ് 2008 മലേഗാവ് സ്ഫോടന കേസെന്ന് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകിയ പി ചിദംബരം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കാവി ഭീകരതയെന്ന് വരുത്തി തീർക്കാൻ ഈ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയതായും രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. സത്യം ജനങ്ങൾക്ക് ബോധ്യമായ അവസ്ഥയിൽ രാജ്യത്തെ ജനങ്ങളോട് സോണിയയും രാഹുലും മാപ്പ് പറയണമെന്നും കേസിൽ ആരോപണ വിധേയർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്നും രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. लेकिन जो 17 साल से इनका जीवन गया इस केस के चक्कर में, प्रज्ञा ठाकुर जी की पूरी संत का व्यक्तित्व इतना कलुषित किया गया और कर्नल पुरोहित एक बहुत ही ब्रेव भारत की सेना का जवान जिसको कितने मेडल मिले, उपलब्धि मिली, कमेंडेशन मिला, जिस तरह से उन्होंने आतंकवादियों के खिलाफ काम किया कश्मीर में, तो उनका क्या पुरस्कार मिलेगा, उनको क्या मुआवजा मिलेगा? मैं उम्मीद करूंगा ये लोग उनसे माफी मांगेंगे और उनको मुआवजा दिया जाए, ये भी हम अपेक्षा करेंगे. എല്ലാ ഹിന്ദുക്കളെയും തീവ്രവാദികളെയും മുദ്രകുത്താൻ കോൺഗ്രസ് ചെയ്ത പ്രവൃത്തിയെ ഇന്ന് രാജ്യം മുഴുവൻ അപലപിക്കുന്നതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ കാവി ഭീകരത, ഹിന്ദു ഭീകരത എന്ന ആഖ്യാനം നൽകിയത് പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചാണെന്നും സത്യം വെളിവായ അവസ്ഥയിൽ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. भगवा और हिंदुओं को आतंकवादी ठहराने का जो काम कांग्रेस ने किया था, आज पूरा देश उसका धिक्कार कर रहा है और हम मांग करते हैं कि कांग्रेस ने माफी मांगनी चाहिए. विशेष रूप से ये हिंदू आतंकवाद और भगवा आतंकवाद कहकर जो अपमान कांग्रेस ने तमाम भारतीयों का और हिंदू समाज का किया है, उसके लिए कांग्रेस माफी मांगे. ജുഡീഷ്യറിയോടും സായുധ സേനയോടും നിയമ പോരാട്ടത്തിലുടനീളം തന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായി കേസിൽ ആരോപണ വിധേയനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് വ്യക്തമാക്കി. I am extremely grateful to the country and all those who stood by me and by us. I am grateful to the judiciary for understanding the case and delivering justice to all of us. I only will say that during all this fight, all my friends, my colleagues, especially the armed forces, my army, the way they stood by me, I have no words to express my gratitude towards all of them.
അന്വേഷണത്തിന്റെ പേരിൽ കൊടിയ പീഡനങ്ങളാണ് താൻ ഏറ്റുവാങ്ങിയതെന്ന് സ്വാതി പ്രഗ്യാ സിംഗ് ഠാക്കൂർ പറഞ്ഞു. സന്യാസിനിയായതുകൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നും രാജ്യത്തെയും ദേവചൈതന്യത്തെയും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമുണ്ടായതെന്ന് വ്യക്തമാക്കിയ സ്വാതി ഭഗവത് വിജയമെന്നും ഹിന്ദുത്വ വിജയമെന്നുമാണ് കോടതി വിധിയെ വിലയിരുത്തിയത്. ജനം, ഡൽഹി. തിരികെ വാർത്തയിലേക്ക്. മലേഗാവ് സ്ഫോടന കേസിലെ കോടതി വിധി കോൺഗ്രസിന്റെ ഹിന്ദു ഭീകരത എന്ന പ്രചാരണത്തിനേറ്റ തിരിച്ചടിയെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. കാവി ഭീകരത എന്ന കുപ്രചരണത്തിലൂടെ സന്യാസിമാരെയും സനാതനധർമ്മത്തെയും ദേശസ്നേഹികളെയുമാണ് കോൺഗ്രസ് അപകീർത്തിപ്പെടുത്തിയത്. രാജ്യത്തെ ജനങ്ങളുടെ കോൺഗ്രസ് മാപ്പ് പറയണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഛത്തീസ്ഗഡിലെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും വ്യക്തമാക്കുന്ന നിർണായക വെളിപ്പെടുത്തൽ ജനം ടിവിക്ക്. കന്യാസ്ത്രീകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമാണ് പുറത്തുവന്നത്. ഇതിനിടെ ഈ പെൺകുട്ടിയുടെ മൊഴി കോടതിയിൽ തിരുത്തിക്കാനുള്ള ശ്രമം മിഷണറി സംഘം നടത്തുന്നുണ്ട്. അതേസമയം ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണത്തിലും മതപരിവർത്തനവും അറസ്റ്റും നടന്നതായി തെളിവുകളുണ്ട്. കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് സംഭവം. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചിരികാണ്. ശ്രീകാന്ത്, ഈ മതപരിവർത്തനായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടികളുടെ ഒരാളുടെ മൊഴിയാണ് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ അത് തിരുത്തിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? സുരേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു പെൺകുട്ടിയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. ആ പെൺകുട്ടി പറയുന്നത് തന്നെ പ്രീതി സിസ്റ്ററാണ് ഈ രീതിയിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊണ്ടുപോകുന്നത് ഒരു ദല്ലാൾ വിളിച്ചുകൊണ്ട് പോകുന്നു. താൻ വീട്ടിൽ നിന്നും ദല്ലാളിനൊപ്പം പുറപ്പെടുന്നു. നാരായൺപൂർ എത്തിയപ്പോൾ വളരെ ദൂരെയാണ് ഈ പോകേണ്ട സ്ഥലം എന്നുള്ളതിനാൽ തിരിച്ചു പോകണം എന്ന് അയാളോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ടിക്കറ്റൊക്കെ എടുത്തു എന്നും ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ കഴിയില്ല എന്നും അയാൾ പറയുന്നു. അങ്ങനെ നേരെ ഈ ദുർഗിലെത്തുകയും ഇവർക്കൊപ്പം പോകാൻ അവർ നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് ഈ ദല്ലാളിനോട് ഈ പെൺകുട്ടി പറഞ്ഞപ്പോഴും ഇയാൾ തിരികെ അയക്കാൻ തയ്യാറായില്ല എന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതായത് കൃത്യമായ രീതിയിൽ മനുഷ്യക്കടത്ത് എന്ന് പറയാവുന്ന കാര്യം തന്നെയാണ് നടന്നത് എന്ന് ഈ മൊഴിയിൽ നിന്നും വ്യക്തം. ഏതാണ്ട് 20-30 പെൺകുട്ടികൾ സമാനമായ രീതിയിൽ ആ ഭാഗത്തു നിന്നും പോയിട്ടുണ്ട് എന്നുകൂടി ഈ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ പെൺകുട്ടിയുടെ മൊഴി തിരുത്തിക്കാനുള്ള ശ്രമം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. ഈ മിഷണറിമാർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിലാണ് ഈ പെൺകുട്ടിയുടെ ഗ്രാമം ഉള്ളത്. ഈ മൊഴി തിരുത്തിക്കാതെ മനുഷ്യക്കടത്ത് കേസിൽ ജാമ്യം കിട്ടില്ല എന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴി തിരുത്തിക്കാനുള്ള ശ്രമം തുടരുന്നത്. അതേസമയം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഇപ്പോഴും ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താതെ അകന്നു നിൽക്കുകയാണ് എന്നുള്ളതാണത്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിനാവശ്യമായ ഇടപെടലുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയതായി ഇടത് വലത് എംപിമാർ. അതേസമയം കേരളത്തിൽ 2022 കന്യാസ്ത്രീകൾക്കെതിരെ സമാനമായ കേസെടുത്തതുമായി ബന്ധപ്പെട്ട ജനം TV ചോദ്യത്തിനോട് റഹീം എം പി ഉൾപ്പെടെയുള്ള ഇടത് എംപിമാർ ക്ഷുഭിതനായി. ആദ്യം നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും കേസ് ചൂണ്ടിക്കാട്ടിയതോടെ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കൃത്യമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എംപിമാർക്ക് ഉറപ്പ് നൽകിയത്. അതേസമയം തന്നെ ചില ചോദ്യങ്ങളോട് കൃത്യമായ ഉത്തരമില്ലാതെ വിഷമിക്കുകയാണ് ഇടത് വലത് എംപിമാരല്ലേ? കെ പി, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെ എംപിമാർക്ക് നൽകിയിട്ടുള്ളത്. എംപിമാർ ഒരു നിവേദനം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നൽകിയിരുന്നു. തുടർന്നാണ് ആഭ്യന്തരമന്ത്രി കേരളത്തിലെ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിൽ സംസ്ഥാന സർക്കാരുകൾ, അതായത് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡിലെ സംസ്ഥാന സർക്കാരുകളും കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജീവമായി ഇടപെടുകയും അതിൽ നിയമാനുസൃതമായി അവരെ മോചിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കെ പി ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റു ചില ചോദ്യങ്ങളോട് ഒന്നുകിൽ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ പ്രകോപിതരായിക്കൊണ്ട് മറുപടി പറയുന്ന സമീപനമാണ് ഇടത് എംപിമാരും സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് UDF എംപിമാരോട് ജന TV ഉയർത്തിയിട്ടുള്ള ചോദ്യം, ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കേസ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് 2021 ഛത്തീസ്ഗഡിൽ തന്നെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അച്ഛന്മാരുൾപ്പെടെയും
മാസങ്ങളോളം ജയിലിൽ കടന്നിരുന്നു. അന്ന് കോൺഗ്രസ് ഭരണമായിരുന്നു ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല. ഒപ്പം ആ സംസ്ഥാനത്തെ നിയമാനുസൃതമായിട്ടുള്ള നടപടികളല്ലേ ഉണ്ടായത് എന്ന ചോദ്യത്തോട് തീർത്തും മൗനം പാലിക്കുകയും അത്തരം വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഇടത് MP-മാരോട് 2022 തൃശൂരിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ഇതേ സമാനമായിട്ടുള്ള വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ 2 കന്യാസ്ത്രീകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴാണ് A.A. റഹീം MP ഉൾപ്പെടെയുള്ള ഇടത് MP-മാർ ക്ഷുഭിതരാകുകയും പ്രകോപിതരായിക്കൊണ്ട് നിങ്ങൾ ഏതാണ് മാധ്യമ സ്ഥാപനം എന്നുൾപ്പെടെ ചോദിച്ചുകൊണ്ട് പ്രകോപിതരായിക്കൊണ്ട് മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത്. 2022 കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസെടുത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് സമാനമായ വിഷയമല്ലെന്നും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ചോദ്യം തന്നെ തെറ്റാണ്, കള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കേസിന്റെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറാനും നിലവിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുന്ന വിഷയത്തിലാണ് ചർച്ച നടക്കേണ്ടതെന്നുമാണ് ഇടത് MP-മാർ ചൂണ്ടിക്കാട്ടിയത്. സ്വന്തം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള വിഷയത്തിൽ പ്രതികരണമില്ല എന്ന ചോദ്യമാണ് A.A. റഹീം ഉൾപ്പെടെയുള്ള ഇടത് MP-മാരെ ക്ഷുഭിതരാക്കിയത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യം രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.